ഹായ്, എല്ലാവർക്കും നെഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ 5 മുട്ടയൊക്കെ പുഴുങ്ങുവാൻ ഇട്ടിട്ടുണ്ട്. ആശീർവാദിൻ്റെ 1/2 കിലോയുടെ ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 തവി ചോറിട്ടൊന്ന് അടിച്ചെടുക്കാം. ശേഷം ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നമ്മൾ അരച്ച ആ ചോറും കൂടെ അതിലേക്ക് ഒഴിച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് 4 വലിയ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ ഒരു പാനൊക്കെ ചൂടായി വന്നപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയും ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുകും ഇട്ട് കൊടുത്ത് ദേ നമ്മളെല്ലാം കൂടെ അരിഞ്ഞു വെച്ച ഫുള്ള് നമ്മൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വാടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. ചതച്ചും വേണമെങ്കിൽ ചേർക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ആവശ്യത്തിന് പെരിഞ്ജീരകവും കൂടെ ചതച്ചതിട്ട് നമുക്ക് ഇളം ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടകരമായ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് എളുപ്പമാണ് ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കാനല്ലേ. കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ എന്തുമാത്രം ടേസ്റ്റ് ആണെന്ന്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. അങ്ങനെ ഇതേ ഒരു ചപ്പാത്തി മാവിൽ നിന്നും കുറച്ച് മാവൊക്കെ എടുത്ത് കുറച്ച് ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ദേ ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടിയിട്ട് നമ്മൾ ചപ്പാത്തി ഉരുട്ടി വെച്ച ആ ഒരു മാവ് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി പലക വെച്ച് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ശേഷം ദേ ചുട്ട് തുടങ്ങാം കേട്ടോ. ഒട്ടും തന്നെ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ 2 സൈഡും അങ്ങ് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ്. വളരെ സോഫ്റ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് ഈ ചപ്പാത്തി കഴിക്കാൻ. ഇതിൽ മുട്ടയും ചോറും നമ്മൾ ചേർത്താണല്ലോ ചപ്പാത്തിക്ക് കുഴച്ചത്. അപ്പോൾ പൊറോട്ട കഴിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ. അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയും ചോറും ചേർത്ത് കുഴച്ച് ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ പൊറോട്ടയുടെ ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മുട്ടയും ചോറും ഇതേപോലെ ഒന്ന് ചേർത്ത് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.